വിള്ളലുള്ള കുടം. മാധവൻ എന്നൊരു കർഷകനുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ അയാൾ തന്റെ കുടവുമായി അടുത്തുള്ള കുളത്തിലേക്ക് വെള്ളമെടുക്കാൻ പോകും. ആ കുടത്തിനൊരു ചെറിയ വിള്ളലുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് കാണുന്നവർ മാധവനെയും ആ കുടത്തെയും കളിയാക്കി ചിരിക്കും. ആ വിള്ളലുള്ള കുടം എന്തിനാണ്? അതിൽ പകുതി വെള്ളമേ വീട്ടിലെത്തൂ, അവർ പറയും. ഇത് കേട്ട് കുടത്തിന് വലിയ സങ്കടം തോന്നി. ഒരു ദിവസം കുടം മാധവനോട് പറഞ്ഞു, എനിക്കെന്റെ വിള്ളൽ കാരണം നാണക്കേട് തോന്നുന്നു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നില്ല. മാധവൻ പുഞ്ചിരിയോടെ കുടത്തെ തലോടി. നിനക്ക് നാണക്കേട് തോന്നേണ്ട ആവശ്യമില്ല എന്റെ കൂട്ടുകാരാ, അയാൾ പറഞ്ഞു. നമ്മൾ പോകുന്ന വഴിയിലെ പൂക്കളും ചെടികളും കണ്ടോ? മാധവൻ ചോദിച്ചു. അവയെല്ലാം വളരെ മനോഹരമാണ്. കുടം തലയുയർത്തി നോക്കി. വഴിയിൽ നിറയെ മനോഹരമായ പൂക്കളും പച്ചപ്പുമുണ്ടായിരുന്നു. ഈ പൂക്കളും ചെടികളും വളർന്നതെങ്ങനെയാണെന്ന് നിനക്കറിയാമോ? മാധവൻ തുടർന്നു. എല്ലാ ദിവസവും നീ കുളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരുമ്പോൾ നിന്റെ വിള്ളലിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളം കാരണമാണ് അവ വളരുന്നത്. ഇത് കേട്ടപ്പോൾ കുടത്തിന് അത്ഭുതം തോന്നി. തന്റെ വിള്ളൽ ഒരു കുറവല്ല, മറിച്ച് ഒരു നന്മയാണെന്നത് മനസ്സിലാക്കി. താൻ ഒരുപാട് ജീവന് വെള്ളം നൽകുന്നുണ്ടെന്ന് അത് തിരിച്ചറിഞ്ഞു. കുടം സന്തോഷത്തോടെ തലയുയർത്തി നിന്നു. ഇനി ആരുടെയും കളിയാക്കലുകൾ അതിനെ വേദനിപ്പിക്കില്ല, കാരണം അതിനതിന്റെ വില മനസ്സിലായി. അന്നു മുതൽ മാധവന്റെ കുടം കൂടുതൽ സന്തോഷത്തോടെ വെള്ളം ചുമന്നു. അതിന്റെ വിള്ളലിലൂടെ ഒഴുകിപ്പോകുന്ന ഓരോ തുള്ളി വെള്ളവും വഴിയിലെ ചെടികൾക്ക് ജീവൻ നൽകി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വഴി മുഴുവൻ മനോഹരമായ പൂന്തോട്ടമായി മാറി. ഇത് കണ്ടപ്പോൾ കളിയാക്കിയവർക്ക് അത്ഭുതം തോന്നി. അവർ മാധവനോട് ക്ഷമ ചോദിച്ചു. മാധവൻ അവരോട് ചിരിച്ചു. എന്റെ കുടം ഒരുപാട് പേർക്ക് സന്തോഷം നൽകി, അയാൾ പറഞ്ഞു. ഓരോ കുറവിനും അതിന്റേതായ ഒരു നന്മയുണ്ടാകും. അങ്ങനെ മാധവനും കുടവും സന്തോഷത്തോടെ ജീവിച്ചു.